ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്ക് വിമർശനം. അന്വേഷണം പത്മകുമാറിൽ ഒതുങ്ങിയോ എന്ന് ഹൈക്കോടതി. ബോർഡിലെ മറ്റംഗങ്ങളെയും പിടിക്കേണ്ടതല്ലേ എന്ന ചോദ്യം. പ്രതികളായ N. വാസു, മുരാരി ബാബു, KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. സ്വർണ്ണക്കൊള്ള EDയും അന്വേഷിക്കും. മുഴുവൻ രേഖകളും കൈമാറണമെന്ന കൊല്ലം വിജിലൻസ് കോടതി. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയും സ്വർണം വാങ്ങിയ ബെല്ലാരി ഗോവർദ്ധനും അറസ്റ്റിൽ. സംസ്ഥാനത്ത് SIRലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 25 ലക്ഷം പേർ പുറത്തായി എന്ന വാർത്ത ആശങ്ക സൃഷ്ടിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി. സാങ്കേതിക കാരണങ്ങളാൽ റദ്ദു ചെയ്യപ്പെടേണ്ടതല്ല സമ്മതിദാനാവകാശമെന്നും പിണറായി വിജയൻ. VB ജിറാംജി ബിൽ രാജ്യസഭ പാസാക്കി. ബില്ല് രാഷ്ട്രപതിയുടെ മുന്നിലേക്ക്. നിയമത്തിലെ വ്യവസ്ഥകളിൽ ആശങ്കയുണ്ടെന്ന് കേരളം. പാർലമെന്റ് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് തിരിച്ചടി. തുടർ നടപടി തടഞ്ഞ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ഇഡിക്ക് തുടർ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും നിർദ്ദേശം. എലപ്പുള്ളി ബ്രൂവറിയിൽ സർക്കാരിന് തിരിച്ചടി. ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കി. ഗർഭിണിയെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച SHO പ്രതാപചന്ദ്രനെതിരെ വകുപ്പ് തല അന്വേഷണം. സസ്പെൻഷൻ മാത്രം പോരാ, കേസെടുക്കണമെന്ന മർദ്ദനമേറ്റ കുടുംബം. മജിസ്ട്രേറ്റ് തല അന്വേഷണം ആവശ്യപ്പെട്ട് യുവതി കോടതിയെ സമീപിച്ചു. ഹർജി ജനുവരി 17 പരിഗണിക്കും. പ്രതാപചന്ദ്രനെതിരെ കൂടുതൽ പരാതികൾ. വിവാദ പാരഡി ഗാനത്തിൽ സർക്കാരിന്റെ U-ടേൺ. കൂടുതൽ കേസുകൾ എടുക്കേണ്ട എന്ന് പോലീസിന് നിർദ്ദേശം നൽകിയ ADGP. പാട്ട് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള കത്ത് മെറ്റയ്ക്കും യൂട്യൂബിനും അയക്കില്ല. കേസ് എടുക്കേണ്ട എന്ന തീരുമാനം സർക്കാരിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ. രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനം. സുവർണ ചകോരം 2 സീസൺസ് 2 സ്ട്രേഞ്ചേഴ്സ് എന്ന ചിത്രത്തിന്. രജത ചകോരം ബിഫോർ ദ ബോഡിയുടെ സംവിധായകർക്ക്. മികച്ച സിനിമ ഖിഡ്കി ഗാവ്. ജനപ്രിയ ചിത്രം തന്തപ്പേര്. മികച്ച മലയാള നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ്. 19 സിനിമകളെ വിലക്കിയ കേന്ദ്ര സർക്കാർ നടപടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.